ആഞ്ജനേയ, ഇതെൻ്റെ 42ാമത്തെ പെണ്ണുകാണലാണ്. 27ാം വയസ്സിൽ തുടങ്ങിയ ഈ പരിപാടി ദാ ഈ 34ാം വയസ്സിലെത്തി നിൽക്കുന്നു. ആദ്യമൊക്കെ ചൊവ്വയും വ്യാഴവും ശനിയും ഞായറും ഒക്കെ ആയിരുന്നു പാരകൾ. പിന്നീടത് കുടുംബവും ജാതിയും മതവും ഒക്കെയായി. ഒടുക്കം പെണ്ണ് കണ്ട് കണ്ട് എന്നെക്കാൾ നാണക്കേട് വീട്ടുകാർക്ക് തോന്നിയത് കൊണ്ടാവണം പെണ്ണ് 2ാം കെട്ടായാലും സാരമില്ല, ഏതെങ്കിലും ഒന്നിനെ കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞ് വീട്ടുകാർ കൈയൊഴിഞ്ഞത്. കൂടെ പഠിച്ചവന്മാർക്കൊക്കെ കുട്ടികൾ 2 എണ്ണമായി. ഞാനിപ്പോഴും പാടത്തെ പിള്ളേരുടെ കൂടെ ക്രിക്കറ്റും കളിച്ച് നടക്കുകയാണ്. ഒടുക്കം ഇപ്പോൾ ഏജ് ഓവറായെന്ന് പറഞ്ഞ് അവന്മാരും ടീമിൽ ചേർക്കുന്നില്ല. ഷിജു ഒന്ന് ദീർഘമായി നിശ്വസിച്ച ശേഷം പ്രാർത്ഥന തുടർന്നു. ചെറുപ്പം മുതലേ ഞാൻ അങ്ങയുടെ കടുത്ത ആരാധകനാണ് എന്നറിയാമല്ലോ. ബാച്ചിലറായ അങ്ങ് എന്നെയും ഒരു ക്രോണിക് ബാച്ചിലറാക്കി തുടരുവാനാണ് തീരുമാനമെങ്കിൽ അങ്ങയുടെ ഫോട്ടോ എടുത്തു മാറ്റി പകരം കൃഷ്ണൻ്റെ ഫോട്ടോ എടുത്ത് ഇവിടെ സ്ഥാപിക്കേണ്ട തീരുമാനത്തിൽ ഞാനെത്തും. അതെനിക്ക് 10,008 ഭാര്യമാരെ കിട്ടുവാനുള്ള അതിമോഹം കൊണ്ടൊന്നും അല്ല. ഒറ്റ ഒരെണ്ണത്തിന് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതെങ്കിലും എനിക്ക് ശരിയാക്കി തന്നൂടെ? ഇതും കൂടി ശരിയായില്ലെങ്കിൽ പിന്നെ നീ എന്താടാ ഒറ്റയ്ക്ക് നിന്ന് പിറുവിറുത്തുകൊണ്ട് നിൽക്കുന്നത്? സമയമായി. ഇനി പറഞ്ഞ സമയത്ത് എത്താതിരുന്നിട്ട് വേണം ഇതും കൂടി മുടങ്ങാൻ. ബാക്കിയുള്ളവർക്ക് നാട്ടുകാരോട് ഉത്തരം പറഞ്ഞ് പറഞ്ഞ് മടുത്തു. അമ്മയുടെ അശരീരി കേട്ടതും അവൻ പല്ല് കടിച്ചു. ഹോ, തള്ളയുടെ നാവിൽ നല്ലതൊന്നും വരില്ല. അങ്ങനെ 42ാമത്തെ പെണ്ണ് കാണലിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നപ്പോഴും നെഞ്ച് പടപടാ മിടിക്കുന്നുണ്ടായിരുന്നു. എന്നത്തെയും പോലെയുള്ള കലാപരിപാടികൾ അഥവാ ചായ സൽക്കാരമെല്ലാം മുറയ്ക്ക് നടന്നു. എല്ലാം ഗംഭീരം. ഇനി പെണ്ണിനോട് സംസാരിക്കുന്ന ചടങ്ങാണ്. ഒരുപക്ഷെ പെണ്ണ് കാണലിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ചെറുപ്പക്കാരൻ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് എനിക്ക് തന്നെ ആയിരിക്കും. എന്നാലും പിന്നെ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ മുട്ടുവിറയ്ക്കുന്നത് എന്ത് തരം രോഗമാണെന്ന് മനസ്സിലാകാത്തത്. എന്താ കുട്ടിയുടെ പേര്? ആ ചോദ്യം മാത്രം ഇമ്പോസിഷൻ കിട്ടിയതുപോലെ ആവർത്തിച്ച് ചോദിക്കാറുള്ളത് കൊണ്ട് പെണ്ണിനെ കണ്ട ഉടനെ ഇവിടെയും അത് ആവർത്തിച്ചു. ചിത്ര. അപ്പോൾ പാട്ടൊക്കെ പാടുമായിരിക്കും അല്ലേ? തൻ്റെ പ്രായമുള്ള കോമഡി കേട്ടതിനാലാകണം അവൾ അവനെ ഒന്ന് ഇരുത്തി നോക്കി. എന്നെ ഇഷ്ടമായോ? എനിക്ക് അമ്മയോട് ചോദിക്കണം. അത് ശരി, അപ്പം അമ്മയാണോ മകളെയാണോ കെട്ടേണ്ടത് എന്ന് മനസ്സിൽ ചോദിച്ചെങ്കിലും അത് പ്രകടമാക്കിയില്ല. ഇതും പാളിപ്പോയെന്ന് മനസ്സിലുറപ്പിച്ച് പുതിയൊരു കൃഷ്ണവിഗ്രഹം വാങ്ങാൻ പ്ലാനിട്ടുകൊണ്ട് തിരികെ വരുമ്പോഴാണ് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഫോൺ കോൾ വന്നത്. അവർക്ക് ഈ വിവാഹത്തിന് സമ്മതമാണത്രേ. കാറിലിരുന്ന് ആ വാർത്ത കേട്ടതും സന്തോഷം കൊണ്ട് ഇറങ്ങി ഓടി സിഗ്നലിൽ കിടന്ന് തുള്ളിച്ചാടാനാണ് തോന്നിയതെങ്കിലും പെണ്ണ് കെട്ടാനുള്ള ആക്രാന്തം ഇത്രത്തോളം ഉണ്ടെന്ന് വീട്ടുകാർ അറിയുമെന്ന് പേടിച്ച് സംയമനം പാലിച്ചു. വീട്ടിലെത്തിയതും ഓടിച്ചെന്നത് ആഞ്ജനേയൻ്റെ മുന്നിലേക്കാണ്. എൻ്റെ ആഞ്ജനേയ, ഞാൻ അങ്ങനെയൊന്ന് പരീക്ഷിച്ചതല്ലേ. ഇനി ദേഷ്യം തോന്നി ഈ കല്യാണമൊന്നും കൊളാക്കരുത് പ്ലീസ്. പറഞ്ഞുപോയ തെറ്റി ഏറ്റു പറഞ്ഞു മുറിയിലെത്തുമ്പോൾ ഉറക്കെ കൂകി വിളിക്കാൻ തോന്നി. അമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ അതും വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഓരോ ദിവസവും തൻ്റെ ആദ്യ രാത്രി സ്വപ്നം കണ്ടാണ് അവൻ കഴിഞ്ഞത്. അതോർക്കുമ്പോൾ ദേഹമാസകലം എന്തെന്നില്ലാത്ത കുളിര് കോരുന്നത് പോലെ തോന്നി. അവിടെ എവിടെയും നിന്ന് ഒറ്റയ്ക്ക് എന്തൊക്കെയോ ചിന്തിച്ച് ഇളിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ അമ്മ വന്ന് തലക്കിട്ട് ഓരോ കിഴുക്ക് കൊടുക്കും. അങ്ങനെ കാത്തിരുന്ന് ആ സുദിനം വന്നെത്തി. അവൻ്റെ ആദ്യ രാത്രി. ആഞ്ജനേയ, ഈ വിഷയത്തിൽ അങ്ങേക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നൊരൊറ്റ ദിവസത്തേക്ക് മാത്രം ഞാൻ ഒന്ന് മാറ്റി പിടിക്കുവാണ്. ക്ഷമിച്ചേക്കണേ. ഈഗോ അടിച്ച് എനിക്കിട്ട് പണി തന്നേക്കരുത് പ്ലീസ്. എൻ്റെ കൃഷ്ണ, വർഷങ്ങളായി ഞാൻ കാത്തിരുന്ന എൻ്റെ ആദ്യ രാത്രി ഇതാ വന്നെത്തി. ജീവിതത്തിൽ പല രാത്രികളും കടന്നു പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ആദ്യ രാത്രി. കൂടെ ഉണ്ടാകണേ. അല്ലെങ്കിൽ അത് വേണ്ട, കാത്തുരക്ഷിക്കണേ. കയ്യിൽ കരുതിയിരുന്ന മുല്ലപ്പൂവുകൾ കട്ടിലിൽ വിതറിക്കൊണ്ട് ആ നിമിഷങ്ങൾ ഓരോന്നും അവൻ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നു. ദേഹമാസകലം രോമാഞ്ചം. ആദ്യ രാത്രി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇതുപോലെയാണോ എന്തോ. സ്വന്തമായി മുൻപരിചയം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇതിനെ ആദ്യ രാത്രി എന്ന് പറയുന്നത്. ആകെപ്പാടെ പരിചയം ടി വിയിലും സിനിമകളിലും കണ്ട് മാത്രമാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ ഗുരുക്കന്മാരായ സുഹൃത്തുക്കൾ പകർന്നു തന്ന അറിവുകളും അവളുടെ മനസ്സിൽ ഈ ഒരു ജീവിതം മുഴുവനുള്ള തൻ്റെ ഇമേജ് കാത്തു സൂക്ഷിക്കാൻ പോകുന്നത് ഈ ഒരൊറ്റ രാത്രിയിലെ പെർഫോമൻസ് കൊണ്ടാണ്. ദൈവമേ, കൺട്രോൾ തരണേ. സ്വയം തന്നിലൊരു വിശ്വാസമില്ലാത്തതിനാലാകണം അവൻ 2 കണ്ണുകൾ അടച്ചിരുന്നു. കുറച്ച് സമയം പ്രാർത്ഥിച്ചു. അപ്പോഴാണ് വാതിൽ തുറക്കുന്ന ആ വൃത്തികെട്ട ശബ്ദം കേട്ടത്. കണ്ണു തുറന്ന് നോക്കിയതും സാരിയുടുത്ത് മുല്ലപ്പൂവും ചൂടി കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി നിൽക്കുന്ന തൻ്റെ ഭാര്യയെ കണ്ടത്.
വൈകി കല്യാണം കഴിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, ആകപ്പാടെ ഒരാക്രാന്തം. ഇന്നെല്ലാം കയ്യിൽ നിന്ന് പോയത് തന്നെ. ആയ കാലത്ത് ചൊവ്വയും വെള്ളിയും നോക്കി നിന്നു മനുഷ്യനെ പുര നിറച്ച് നിർത്തി. അവർക്കിതൊന്നും അറിയണ്ടല്ലോ. എങ്കിൽ പിന്നെ ബാക്കിയുള്ളവൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് മരിക്കേണ്ടി വരില്ലായിരുന്നു. വീട്ടുകാരെ മനസ്സിൽ തെറി വിളിച്ചുകൊണ്ട് അവൻ പോയി വാതിലിൻ്റെ കൊളുത്തിട്ടു. ശേഷം അവളുടെ കയ്യിൽ പാൽ ഗ്ലാസ് വാങ്ങി വെക്കുമ്പോഴും അവളുടെ നോട്ടം തറയിലായിരുന്നു. നാണക്കാരി തന്നെ. നിന്നെ ഞാൻ ശരിയാക്കി തരാം കൊച്ചു കള്ളി. മനസ്സിലോർത്തുകൊണ്ട് ഭാര്യയുടെ മുന്നിൽ ആള് ചമയാൻ അവൻ വേഗം കട്ടിലിൻ്റെ ഒരു ഭാഗത്ത് ചെന്നിരുന്ന് കാലിന്മേൽ കാല് കയറ്റി വെച്ച് ഒരു വീരശൂര പരാക്രമിയെപ്പോലെ നെഞ്ചും വിരിച്ചിരുന്നു. കുട്ടിയുടെ വീടെവിടെയാണ്? ആ ചോദ്യത്തോടെ വീരശൂര പരാക്രമിയല്ല, വെറും കൃമി മാത്രമാണ് ആയതെന്ന് അവളുടെ ചിരി കണ്ടതും മനസ്സിലായി. എൻ്റെ ആഞ്ജനേയ, അങ്ങ് പണി തന്നു തുടങ്ങിയല്ലേ. മനസ്സിലോർത്തുകൊണ്ട് പുറമേ ഒരു ചമ്മിയ ചിരി വരുത്താൻ അവൻ ശ്രമിച്ചു. ഞാൻ കുട്ടിയുടെ ടെൻഷൻ മാറ്റാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. ഇനി വീണെടുത്ത് കിടന്നുരുളാതെ മറ്റ് നിവർത്തിയില്ല എന്ന് അവൻ അറിയാമായിരുന്നു. അല്ലേലും പണ്ട് മുതലേ ഉള്ളതാ പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോഴുള്ള ഈ വെള്ളി വീഴൽ. ആദ്യ രാത്രി തന്നെ ഇങ്ങനെ കിടന്ന് നാറിക്കൂടാ. വാക്കുകൾ സൂക്ഷിച്ചു വേണം പ്രയോഗിക്കാൻ. എന്തോ കാര്യമായി ആലോചിച്ചാണ് അടുത്ത ചോദ്യം. പേടിയുണ്ടോ കുട്ടിക്ക്? അതിനവൾ മറുപടി പറയാതെ ആയപ്പോൾ അവൻ തന്നെ അവളെ പിടിച്ച് കട്ടിലിരുത്തി. അവളുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതിലും ശക്തിയിൽ തൻ്റെ നെഞ്ചുടുക്ക് കൊട്ടുന്നത് ആരറിയാൻ? ഇനിയും സമയം കളഞ്ഞുകൂടാ. തൻ്റെ ആണത്തം തെളിയിച്ചേ പറ്റൂ. അവൻ അവളെ ചേർത്ത് പിടിച്ച് ചുംബിക്കാനൊരുങ്ങിയതും അവൾ കുതറി മാറി കട്ടിലിൻ്റെ അറ്റത്തേക്ക് മാറിയിരുന്നു. കിടക്കാൻ നേരം പല്ല് തേച്ചതാണല്ലോ. അവൻ വീണ്ടും തൻ്റെ ഭാര്യയെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു നിന്നിരുന്നു. എന്തോന്ത് രണ്ടും രണ്ടറ്റത്തിരുന്നുകൊണ്ട് എന്താദ്രാത്രി ഉണ്ടാക്കാനാണ്? അവൻ മനസ്സിൽ പറഞ്ഞു. കുട്ടി ഇങ്ങനെ പേടിക്കാതെ. ഇനി മുതൽ നമ്മൾ രണ്ടല്ല, ഒന്നാണ്. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും യാതൊരു വിധത്തിലുമുള്ള അകൽച്ചയും നമ്മിലുണ്ടാകരുത്. പ്രഭാഷണം നടത്തിയെങ്കിലും അവളെ അനുനയിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഇത്ര നേരം തൊണ്ടയിലെ വെള്ളം വറ്റിച്ചതിന് ഫലമുണ്ടായോ എന്നറിയാൻ അവൻ അവളുടെ തോളിൽ പിടിച്ചു നോക്കി. പ്രതിഷേധമൊന്നുമില്ല. യെസ്, ഇനിയും മനസ്സ് മാറുന്നതിന് മുൻപ് ചടങ്ങിലേക്ക് കടന്നേ പറ്റൂ. അത്ര നേരം അടക്കി വെച്ച സകല കൺട്രോളും വിട്ടുകൊണ്ട് ടിപ്പറിലേക്ക് മണൽ തട്ടുന്നത് പോലെ അവൻ അവളെ ബെഡിലേക്ക് മറച്ചു. ശേഷം അവളുടെ മേലേക്ക് വീഴാനൊരുങ്ങിയതും അവൾ ഒച്ച വെച്ചു. അമ്മേ! അവനെ തട്ടി മാറ്റിക്കൊണ്ട് അവൾ കുതറി മാറി. ഇത്ര നേരം വായിൽ നിന്ന് ഒരക്ഷരം വരാതെ നിന്ന ഈ സാധനത്തിൻ്റെ തൊണ്ടയിൽ നിന്നാണോ ഇത്ര വലിയ ശബ്ദം പുറത്തു വന്നതെന്ന് അവൻ അതിശയിച്ചു. എന്തിനാ കുട്ടി അമ്മയെ വിളിക്കുന്നത്? അവൻ അടക്കി പിടിച്ച ശബ്ദത്തിൽ ചോദിച്ചു. എനിക്ക് പേടിയാ, എന്നെ ഉപദ്രവിക്കല്ലേ. ഭൂതത്തെ കണ്ട കുഞ്ഞുങ്ങളെപ്പോലെ അവൾ പറഞ്ഞു. ദൈവമേ, കൗതുകം ലേശം കൂടിപ്പോയോ? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. വാ കുട്ടി, ഇവിടെ വന്നിരിക്കെ. ആശ്വസിപ്പിക്കാൻ വേണ്ടി അവളുടെ കയ്യിൽ പിടിച്ചതും അവൾ വീണ്ടും അലറി. ഇങ്ങനെ കിടന്ന് കാറല്ലേ പെണ്ണെ. ഒരു തേങ്ങയും ചെയ്യാതെ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ എന്നെ നാട്ടിക്കല്ലേ. അല്ലെങ്കിലേ എല്ലാവരുടെയും കണ്ണിൽ എനിക്കിത്തിരി ആക്രാന്തം കൂടുതലാണ്. അവൻ വിപ്രാളത്തോടെ പറഞ്ഞു. അത് പിന്നെ എൻ്റെ കുഞ്ഞമ്മ ഓരോന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് മുതൽ കല്യാണം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ചേട്ടൻ്റെ ആലോചന ചേർത്ത് 10ാമത്തെ ആലോചന വന്നിട്ടും ഞാൻ സമ്മതിക്കാതെ ആയപ്പോൾ എൻ്റെ വീട്ടുകാർ നിർബന്ധിച്ചെന്നെ കെട്ടിച്ചതാ. ഒരു കുട്ടിയെപ്പോലെ അവൾ വിതുമ്പി. കുഞ്ഞമ്മയുടെ നായര്. ശരീരമാകെ അരിച്ചു കയറിയെങ്കിലും അവനത് പ്രകടിപ്പിച്ചില്ല. ആറ്റുനോറ്റൊരു കല്യാണം കഴിച്ചതാണ്. അതിപ്പോൾ എന്നെ തൊടേണ്ട എന്ന് പറഞ്ഞ് നിന്ന് മൂങ്ങുന്നു. പിന്നെ ഞാനിതിനെ എന്തോന്നിന് കല്യാണം കഴിച്ചതാണ് ദൈവമേ. അമ്പലം പണി കഴിപ്പിച്ച് പ്രതിഷ്ഠിക്കാനോ? കരയണ്ട, ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ താഴെ കിടന്നോളാം. കുട്ടി കട്ടിൽ കിടന്നോളൂ. പേടിയൊക്കെ മാറിയിട്ട് മതി തൊടുന്നതൊക്കെ. തെണ്ടികൾ ഓരോരുത്തർ ഇറങ്ങിക്കോളും മനുഷ്യൻ്റെ ആദ്യ രാത്രി കുളം തോണ്ടാൻ. എൻ്റെ കയ്യിലെങ്ങാണ്ടോ ആ തള്ളയെ കിട്ടിയ ഞാൻ ഈ രാത്രി തന്നെ തീർത്തേനെ. താഴെ പായ വിരിച്ച് കിടക്കുമ്പോൾ മനസ്സിൽ അവൻ അവരെ പ്രാഗിക്കൊണ്ടിരുന്നു. അല്ലേലും ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥ. എൻ്റെ ആഞ്ജനേയ, ഇതിലും ഭേദം ഞാൻ പുര നിറഞ്ഞു നിൽക്കുന്നത് തന്നെയായിരുന്നു. അങ്ങനെ ആദ്യ രാത്രി തന്നെ കുളമായതിൻ്റെ ദേഷ്യം അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും കട്ടിലിൽ കിടന്ന് സുഖമായി അവൾ ഉറങ്ങി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.